വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ ചികിത്സയ്ക്കിടെ മരിച്ച സിനീഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടില്ല. അനസ്തേഷ്യ നൽകിയതിലെ അപാകതകൾ മൂലമാണ് മരണമെന്നായിരുന്നു ബന്ധുക്കളുടെ ആരോപണം. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി നിയമ നടപടി സംബന്ധിച്ച് ഉറപ്പു നൽകണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. ജെയ്സൺ ചാമോളപ്പുരയുടെ വിശദാംശങ്ങളുമായി. ജെയ്സൺ, ബന്ധുക്കൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണല്ലോ ഇപ്പോൾ ഉയർത്തുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? വിനീത, തീർച്ചയായും ഇപ്പോൾ DMO സ്ഥലത്തെത്തിയിട്ടും DMOയും തൃശ്ശൂർ തഹസിൽദാരുമായി കുടുംബാംഗങ്ങൾ ചർച്ച നടത്തുകയാണ്. ഇന്നലെ രാവിലെയാണ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഹെർണിയ സർജറിക്ക് വേണ്ടി വന്ന സിനീഷിന് അനസ്തേഷ്യ നൽകി. അപ്പോൾ തന്നെ ശാരീരികമായ അവശത ഉണ്ടാവുകയും പിന്നീട് തൊട്ടടുത്തുള്ള സെൻറ്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ വെച്ചാണ് സിനീഷിന് മരണം സംഭവിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ വീട്ടുകാർ പ്രധാനമായും ആരോപിക്കുന്നത് ചാലക്കുടി താലൂക്ക് ആശുപത്രി വന്ന വീഴ്ചയാണ് ഇത്തരമൊരു മരണത്തിന് കാരണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. ഇത് സംബന്ധിച്ച ശക്തമായ നടപടി ഉണ്ടായാൽ മാത്രമേ തുടർ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് വീട്ടുകാർ വ്യക്തമാക്കിയത്. ഇപ്പോൾ DMO സ്ഥലത്തെത്തിയിട്ട് തൃശ്ശൂർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ജില്ലാ കളക്ടർ അല്പം മുമ്പ് DMO ഇത് സംബന്ധിച്ച അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ DMO സ്ഥലത്തെത്തിയിരിക്കുന്നത്. ഒരു വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ അതിശക്തമായ രീതിയിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വീട്ടുകാരുടെ അതുപോലെ നാട്ടുകാരുടെയൊക്കെ തീരുമാനം. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ DMO സംഭവ സ്ഥലത്തെത്തിയിരിക്കുന്നത്. നമുക്ക് ഒരുപക്ഷെ ആദ്യം DMOയോട് തന്നെ ചോദിക്കാൻ തോന്നുന്നു. മേഡം, എന്താണ് എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? നമ്മളിന്ന് ഉത്തരവിട്ടിട്ടുണ്ട്. എൻക്വയറിക്കുള്ള ഉത്തരവ് തിങ്കളാഴ്ചക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. തിങ്കളാഴ്ച വകുപ്പ് തല അന്വേഷണം നടത്തുന്നതാണ്. വകുപ്പ് തല അന്വേഷണം ഉത്തരവ് ഇട്ടിട്ടുണ്ട്. സമയം കൊടുക്കാല്ലേ? നിലപാട് ശരിയാണോ? ഒരു സംഭവം ഉണ്ടായിട്ട് ഇത്രയും സമയമായിട്ട് ഒന്നും എൻക്വയറിക്ക് ഓർഡർ ഇട്ടു എന്നത് എൻക്വയറി ഇമീഡിയറ്റ് എൻക്വയറി എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല? എവിഡൻസ് ടാമ്പർ ചെയ്യാനാണോ? ഇത് ശരിയാവില്ല. ഇത് ഇപ്പൊ തന്നെ എൻക്വയറി ഇവിടെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള ഉറപ്പ് തരണം. എൻക്വയറിക്കുള്ള എല്ലാ കാര്യങ്ങളും ആക്കിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അതല്ല, നമുക്ക് എക്സ്പേർട്ട് പാനലും എക്സ്പേർട്ടും കൂടി വേണം. അതുകൊണ്ടാണ് എക്സ്പേർട്ടും കൂടി വേണം. തിങ്കളാഴ്ച അന്വേഷിക്കുന്നുണ്ട്. തേച്ച് മാച്ച് കളയാലോ അല്ലേ? അതാണോ നിങ്ങൾ ഉദ്ദേശിക്കണേ? നിങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ വീഴ്ചകളും തേച്ച് മാച്ച് കളയാം, അതാണോ നിങ്ങൾ ഉദ്ദേശിക്കണേ? നടക്കില്ല, അത് നടക്കില്ല. ഇല്ല, നമുക്ക് ഇന്ന് തന്നെ കളക്ടറായിട്ട് സംസാരിച്ചിട്ട് മേഡം നല്ലൊരു തീരുമാനം എടുക്കാണ്ട് ബോഡി ഞാൻ ഹാൻഡ് ഓവർ ചെയ്യില്ല. നല്ലൊരു തീരുമാനം എടുക്കാതെ ശരി, എൻക്വയറി ആഭ്യന്തര അന്വേഷണം തുടങ്ങുന്നു എന്നാണ് ഇപ്പോൾ DMO അറിയിക്കുന്നത്. ഏതായാലും ഇത്തരത്തിലൊരു ഉറപ്പ് ലഭിച്ചാൽ മാത്രം ഈ പ്രതിഷേധം അവസാനിപ്പിക്കാം, മൃതദേഹം ഏറ്റെടുക്കാമെന്നായിരുന്നു ബന്ധുക്കൾ പറഞ്ഞത്. ഏതായാലും അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെയാണ് മരിച്ചതിൽ ചികിത്സാ പിഴവ് ഉണ്ട് എന്നതാണ് അറിയിക്കുന്നത്. മാറ്റിയെടുത്ത് അന്വേഷിക്കണം. അവര് മാറ്റിയെടുത്ത് അന്വേഷിക്കണം. അല്ലല്ല, അവര് മാറ്റിയെടുത്ത് അന്വേഷിക്കണം. സസ്പെൻഡ് ചെയ്ത് നിർത്തി അന്വേഷിക്കണം. അതിന് പറ്റുമോ മാഡത്തിന്? അവര് സസ്പെൻഡ് ചെയ്ത് നിർത്തി അന്വേഷിക്കാൻ പറ്റുമോ? കളക്ടർ സംസാരിക്കുക, മന്ത്രി ആരോഗ്യമന്ത്രി വിളിക്ക്. ഈ ബോഡി നിയമമുള്ള രാജ്യമുള്ള പോലെ തോന്നുവാസം ചെയ്യാൻ പറ്റില്ല. മാഡം സംസാരിക്കുക, ആരോഗ്യമന്ത്രി വിളിക്ക്. നടപടി എടുക്കണം. കുറ്റക്കാർക്ക് നടപടി എടുക്കാതെ ഒരു കാര്യം അംഗീകരിക്കില്ല. അവർ പറഞ്ഞിട്ടുണ്ട്, കുടുംബക്കാർ പറഞ്ഞിട്ടുണ്ട്. സംസാരിച്ചോട്ടെ, ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ വിടില്ല വിഷയം. ആ ശരി, ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണം. സസ്പെൻഡ് ചെയ്ത് നിർത്തണം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെ. അന്വേഷിക്കണം മാത്രമേ ഉള്ളൂ. അവരോട് പറഞ്ഞു ഗൗരവം പറഞ്ഞു.
ശരി, ഏതായാലും അന്വേഷണം നടത്താം എന്ന് DMO ഉറപ്പു നൽകുന്നു. അന്വേഷണം തുടങ്ങിയിരിക്കുന്നു എന്ന് DMO അറിയിക്കുകയാണ്. ഇതോടെ ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിക്കാനും തയ്യാറാവുകയാണ്. സസ്പെൻഡ് ചെയ്യണമെന്നൊരാവശ്യം കൂടി ഉയർത്തുന്നു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നതാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്.